ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാനിങ്ങനെ ഷെയർ ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിച്ചിട്ട് ചെയ്യാണ്ട് വെച്ചിരുന്നൊരു വീഡിയോ ആട്ടോ. വേറെ ഒന്നല്ല, എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യാനേന് കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാലോ, പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമല്ലേ. അപ്പോൾ ആ ടൈമിൽ നമുക്കിങ്ങനെ ഓർത്ത് വെക്കാൻ മാത്രം കുറേ മൊമെൻറ്റ്സും ഭയങ്കര സന്തോഷമുള്ള ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്ത കുറേ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ. പക്ഷെ എൻ്റെ പ്രഗ്നൻസിയിൽ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ മൊമെന്റ്സുകളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് എൻ്റെ ഇപ്പൊ എത്ര ഷെയർ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ട് അങ്ങനെ അതിനെപ്പറ്റി ഷെയർ ചെയ്യാനിരിക്കായിരുന്നു. പക്ഷെ എനിക്കിപ്പോ പിന്നെയും ഒന്ന് രണ്ട് റിക്വസ്റ്റുകൾ വന്നു. അപ്പൊ ഞാൻ ഓർത്ത് എന്നാലും ഒന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയാണ്. അപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് 2016 2016 ഓഗസ്റ്റ് 14 മാരേജ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൃത്യം ഒരു മാസം അപ്പി നാട്ടിലുണ്ടായുള്ളൂ. അതായത് ഒരു സെപ്റ്റംബർ 14 അപ്പി തിരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഒരു ഒക്ടോബർ 29 ആയപ്പോൾ അപ്പി പിന്നെയും തിരിച്ചു വന്നു. പിന്നെ 1.5 മാസത്തോളം നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആവുന്നത്. എൻ്റെ പ്രഗ്നൻസി എന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ കുറെ പ്രതീക്ഷിച്ചിട്ടോ അങ്ങനെ ഒന്നും ആയൊന്നുമല്ല. സത്യം പറഞ്ഞാൽ പ്രതീക്ഷിക്കാണ്ട് കിട്ടുക തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ടായേ. തൈറോയിഡ് എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ നോർമൽ ആയിരുന്നു. പക്ഷെ ഒരു കല്യാണം കഴിഞ്ഞ ആ ടൈമിൽ പെട്ടെന്ന് അതിന്റെ വാല്യൂ കൂടിപ്പോയി. അപ്പൊ ഞാൻ ഓർത്തു, ഇങ്ങനെ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നോർമൽ ആവാണ്ട് പ്രഗ്നന്റ് ആവില്ല എന്നൊക്കെയല്ലേ കേട്ടിട്ടുള്ളത്. അപ്പൊ ഞാനത് എന്തായാലും ആവുമൊന്നുമില്ല, അങ്ങനെ ഒരു ചാൻസ് ഇല്ലാന്ന് തന്നെയായിരുന്നു വിശ്വാസം. പക്ഷെ അതുപോലെ തന്നെ എനിക്ക് പീരീഡ്സ് ആവണത് ഒരിക്കലും കറക്റ്റ് അല്ല. അപ്പൊ അതിന്റെ വാല്യൂ വെച്ചിട്ട് അതിന്റെ ആ ഡേ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റില്ലല്ലോ. ഇപ്പൊ കുറച്ച് ദിവസം തെറ്റിന്ന് വെച്ചിട്ടും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെ ആവാറുള്ളത്. പറഞ്ഞ ഡേറ്റിൽ അങ്ങനെ കൃത്യം ഡേറ്റിലൊന്നും ഒരിക്കലും വരാറില്ല. അപ്പോ 11th കേട്ടോ ആവേണ്ടത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 27th ആയിട്ട് എനിക്ക് ആയിട്ടില്ല. അപ്പം എനിക്ക് സാധാരണ അങ്ങനെ ആവാറുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വലിയ മൈൻഡ് ചെയ്തൊന്നുമില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ എനിക്ക് കുറച്ച് ക്ഷീണങ്ങളൊക്കെ വന്നു തുടങ്ങി. അതായത് എനിക്ക് എപ്പോഴും ക്ഷീണം, എപ്പോഴും ഉറക്കം. ഞാൻ ചുമ്മാ ഇരുന്നങ്ങോട്ട് ഉറക്കാം. TV ആണെങ്കിൽ ഇരുന്നതിനാൽ അവിടെ ഇരുന്നങ്ങ് ഉറക്കായിരുന്നു. അപ്പൊ അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ വഴക്കും പറയും. എപ്പൊ നോക്കിയാലും ഉറക്കേ ഉള്ളൂ, എപ്പോഴും ക്ഷീണാണെന്നൊക്കെ പറഞ്ഞാൽ വഴക്കും പറയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും വിശപ്പായിരുന്നേ. വിശപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തിയായിട്ട വിശപ്പാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറത്തില്ല. എപ്പോഴും ഇങ്ങനെ വിശന്നുകൊണ്ടിരിക്കും. പക്ഷെ എന്തൊക്കെ കഴിച്ചാലും പക്ഷെ കഴിക്കാനായിട്ട് വലിയ ആഗ്രഹമൊന്നുമില്ല. ഭക്ഷണത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. കുറച്ചെടുത്ത് തന്നെ അത് കഴിച്ചാൽ വിശപ്പ് മാറില്ല. അങ്ങനത്തെ ഒരു വൃത്തിയായിട്ടൊരു വിശപ്പായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഉമ്മച്ചിയെ വിളിക്കുന്ന സമയത്തൊക്കെ പറയും, എനിക്ക് എപ്പോഴും വിശപ്പാണ്, പക്ഷെ ഒന്നും കഴിക്കാനും പറ്റുന്നില്ല, കഴിച്ചിട്ട് മാറുന്നുമില്ല, എത്ര കഴിച്ചിട്ട് വിശപ്പ് അങ്ങനെ തന്നെ നിൽക്കും. അപ്പൊ ഉമ്മച്ചി പറയുന്നത്, അയ്യോ എനിക്ക് ഇങ്ങനെ തന്നെ ആയിരുന്നെന്ന് പറഞ്ഞേ. കാരണം ഉമ്മച്ചി പ്രഗ്നന്റ് ആയതും ഇങ്ങനത്തെ തന്നെയായിരുന്നു ലക്ഷണം, വിശപ്പായിരുന്നു ലക്ഷണം എന്ന് പറഞ്ഞു. അപ്പോ ഞാനപ്പോ ഓർത്താ പോയെന്നാ അതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ നടന്നു. പക്ഷെ എന്നാലും പിന്നെ എനിക്ക് ആവാണ്ടായപ്പോ എല്ലാരും ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കുന്നെ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് പിന്നെ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് വാങ്ങി ടെസ്റ്റ് ചെയ്യാന്നൊക്കെ ഓർത്തു. അപ്പോൾ ഇതിങ്ങനെ വാങ്ങി വെച്ച് തലേ ദിവസം വാങ്ങി വെച്ചോ, പിറ്റേന്ന് ഫസ്റ്റ് യൂറിൻ തന്നെ എടുക്കണ്ടേ. അപ്പൊ ഞാൻ രാവിലെ ഒരു 5 മണി ഉണ്ടായപ്പോ ഞാൻ എണീറ്റേ. അപ്പൊ എണീറ്റ് കഴിഞ്ഞപ്പോ ഞാൻ തന്നെ ഇങ്ങനെ അപ്പ ഉറക്കാണ്. അപ്പൊ ഞാൻ തന്നെ നോക്കി വെക്കാന്ന് പറഞ്ഞ് ഞാൻ തന്നെ നോക്കി. നോക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എനിക്ക് ശരിക്കും ആവണം എന്നാണോ അതോ ആവണ്ടെന്നാണോ. എനിക്ക് ശരിക്കും അതിനൊരു മറുപടി പറയാനില്ലായിരുന്നു കേട്ടോ. കാരണം ആ നോക്കുന്നതിന് തൊട്ട് മുന്നേ വരെ എനിക്കിങ്ങനെ ആവണം എന്ന് എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല, ഭയങ്കര ആഗ്രഹമൊന്നുമില്ല. കാരണം കല്യാണം കഴിഞ്ഞ ആ ഒരു സമയമായാലും ആവണം എന്നങ്ങനെ വലിയ ആഗ്രഹം തോന്നേണ്ട സമയമൊന്നും ആയിട്ടില്ല. പക്ഷെ ആവണ്ടാന്നും ഇല്ല കേട്ടോ. ആയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം അങ്ങനെ ഒന്നുമില്ല. ആയാലും ഓക്കെ, ആയില്ലെങ്കിലും ഓക്കെ. കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ വിഷമില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ 2 വര തെളിഞ്ഞു വന്നു. അവ പെട്ടെന്ന് എനിക്കെന്തോ ഷോക്കായിപ്പോയി. സത്യം പറഞ്ഞാൽ അങ്ങനെ എന്ന് വെച്ചാൽ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഞാൻ അത്രയും കളിയായിട്ട് നോക്കിയ ഒരു സാധനമാണ്. അപ്പോൾ 2 വര തെളിഞ്ഞു വന്നപ്പോൾ ആകെ എന്തോ പോലെ ആയിട്ട് ഞാൻ അഫിയെ ഉറക്കാണ്. അഫിയെ പോയി വിളിച്ചിട്ട്, അഫി എനിക്ക് അവരോട് കാണിച്ചു കൊടുത്തു. അപ്പൊ അഫിക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റണില്ല, ആണോ എന്നും പറഞ്ഞു. അങ്ങനെ പിന്നെ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങളവിടെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. അവിടുത്തെ തന്നെ കൊടുങ്ങല്ലൂരത്തെ ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചത്. അപ്പൊ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ക്ഷീണങ്ങൾ തുടങ്ങി. മീൻസ് വോമിറ്റിങ് തുടങ്ങി. വോമിറ്റിംഗ് എന്ന് വെച്ചാൽ അയ്യോ രക്ഷയില്ലാത്ത വോമിറ്റിങ്ങാ. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ചോറെന്നൊക്കെ പറഞ്ഞ സാധനം ഞാൻ തൊട്ടിട്ടില്ല. പ്രഗ്നൻസിയിൽ ആ ചോറിന് സാധനം കഴിച്ചിട്ടില്ല. എനിക്ക് അത്രയും അറപ്പായിപ്പോയി. അതുപോലെ തന്നെ എനിക്കിങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങളുണ്ടല്ലോ,
എന്താ പറയുക, ഇപ്പം ചിക്കൻ, പിന്നെ മാങ്ങ ഉണ്ടല്ലോ, പച്ചമാങ്ങ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനത്തെ അതൊക്കെ എനിക്ക് അതിന് മുന്നേ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ആ ഒരു പ്രഗ്നന്റ് ആയിക്കാനൊക്കെ ഇഷ്ടമല്ല. അതുപോലെ തന്നെ എനിക്ക് അഫിയെ ഇഷ്ടമല്ലാണ്ട്, അഫിയെ ഇഷ്ടമല്ലെന്ന് വെച്ചാൽ അഫിയോടുള്ള ഒരു അഫിയുടെ സ്മെല്ലൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. എനിക്ക് അങ്ങനത്തെ കുറേ ഇതൊക്കെ ആയിപ്പോയി. ചിക്കൻ വറുക്കണ സ്മെല്ല്, അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള മണമൊന്നും അങ്ങനത്തെ ഇഷ്ടമുള്ളത് എനിക്ക് ഇഷ്ടമല്ലാണ്ടായിപ്പോയി. ചിക്കൻ വറുക്കുന്ന സ്മെല്ലൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിന് മുന്നേയൊക്കെ ഇങ്ങനെ വഴി കൂടെയൊക്കെ പോകുമ്പോൾ കടയിലൊക്കെ ഇങ്ങനെ ചിക്കൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഈ ഒരു ടൈമിൽ എനിക്ക് ആ ഒരു സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ ഞാൻ മൂക്കും പൊത്തിയിരിക്കും, ഞാൻ അപ്പോൾ വൊമിറ്റ് ചെയ്യും ആ ഒരു സ്മെല്ല്. അങ്ങനെ ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഉണ്ടായിട്ട് ഒരു രണ്ടാഴ്ച കൊണ്ട് എൻ്റെ 4 കിലോ കുറഞ്ഞെന്നുള്ളതാണ്. കാരണം ഞാൻ ഭക്ഷണം കഴിക്കണേ ഇല്ല, ഒന്നും കഴിക്കില്ല, ഒന്നും വേണ്ട, ഒന്നിനോടും ആഗ്രഹമില്ല. എനിക്ക് ആകെ ഒരു ആഗ്രഹം ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് പുറത്ത് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അഫിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ ആ വീട്ടിൽ തന്നെ റൂമിൽ തന്നെ എപ്പോഴും വൊമിറ്റിംഗ് ആയിട്ട് ആ റൂമിൽ ഇങ്ങനെ അടങ്ങിയിരിക്കല്ലായിരുന്നോ. അങ്ങനെ ഒന്നിനോടും ഒരു ആഗ്രഹം, ഒരു ഭക്ഷണം വേണ്ട, അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ അഫിയോട് ഒരു ആഗ്രഹം പറഞ്ഞത് എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോകും, എന്നെ ഒന്ന് ബീച്ചിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അഫിക്കാണേലും ഭയങ്കര പേടിയായിരുന്നേ. കാരണം ബൈക്കിൽ കയറി ബീച്ചിലൊക്കെ പോയിട്ട്, അപ്പോൾ ഉമ്മയൊക്കെ ആണെങ്കിലും ഇങ്ങനെ വഴക്ക് പറഞ്ഞു, വേണ്ട ആ ഒരു സമയത്ത് അങ്ങനെ പോവണ്ടെന്ന് പറഞ്ഞു. കാരണം ആയതല്ലേ ഉള്ളൂ, എന്തെങ്കിലും ആവണ്ടെന്ന് വെച്ചാൽ അങ്ങനെ എന്നെ കൊണ്ടുപോയിട്ടില്ല. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. ഞാൻ അപ്പോഴും ഇപ്പോഴും പറയും, എന്നാലും കൊണ്ടുപോയില്ല. അല്ലെങ്കിൽ ചിലരെ കുറേ പേര് പോകുന്നതാണല്ലോ, പ്രഗ്നന്റ് ആയാലും നമ്മൾ അങ്ങനെ ബൈക്കിൽ കറങ്ങിയെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. അപ്പൊ എന്നെ അത്രയും ഞാൻ ആഗ്രഹിച്ചിട്ട് തന്നെ അത് കൊണ്ടുപോയിട്ടില്ല. അപ്പൊ അതെനിക്ക് ഭയങ്കര വിഷമമാണ്. അതെപ്പോഴും പറയാറുണ്ട്, എന്നാലും കൊണ്ടുപോയില്ലല്ലോ എന്നുള്ള കാര്യം. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡിസംബർ 10-ാം തീയതിയൊക്കെ ആയപ്പോൾ അഫി തിരിച്ച് ദുബായിക്ക് പോയി. അപ്പൊ അഫി പോയ അന്ന് തന്നെ ഞാനും എൻ്റെ വീട്ടിലോട്ട് പോയായിരുന്നു. അപ്പൊ ഞാൻ ആലപ്പുഴയിൽ ഇവിടെ വന്നു. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലാണ് കാണിച്ചത്, ഇവിടെ കിൻഡർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലാണ് കാണിച്ചിരുന്നത്. പിന്നെ അങ്ങ് അത്രയും ദൂരമല്ല, തൃശ്ശൂർ ആലപ്പുഴ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാവൽ ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ തന്നെയായിരുന്നു കാണിച്ചിരുന്നത്. പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ചങ്ങോട്ട് ഭക്ഷണമൊക്കെ കുറച്ചൊന്ന് ചേഞ്ച് ആയി. കാരണം ഉമ്മച്ചി ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ ഇപ്പം ഇത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് ഉണ്ടാക്കി തരും, അത് കഴിച്ചില്ല വാരിത്തരും, അങ്ങനെയൊക്കെ നോക്കിയോണ്ട് കുറച്ചൊക്കെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പക്ഷെ എന്നാൽ പോലും ഒരു ഭക്ഷണവും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഒന്നിനോട് ഇഷ്ടമില്ല. ഭക്ഷണം കഴിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ കരഞ്ഞോണ്ടാണ് കഴിക്കണേ, വേണ്ട അത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം വൊമിറ്റ് ചെയ്യും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ ഇങ്ങനത്തെ സാധനങ്ങളാണ്. ആദ്യം പറഞ്ഞാൽ ഓട്സ് ആയിരുന്നു കേട്ടോ. ഓട്സ് എന്ന് വെച്ചാൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ഓട്സ് കഴിച്ച് ഓട്സ് മടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെന്തായി, പത്തിരിയും അടുത്ത് കഴിഞ്ഞപ്പോൾ പുട്ടായി. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പക്ഷെ ഇതൊക്കെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ എനിക്ക് ഈ സാധനങ്ങളൊന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ആ പ്രഗ്നന്റ് ആയ സമയത്ത് എനിക്ക് ഇതൊക്കെ മതിയായിരുന്നു. അപ്പൊ അങ്ങനെ മതി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം കൊണ്ട് കഴിക്കണമെന്നല്ല കേട്ടോ, എന്തെങ്കിലും കഴിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതേ കഴിക്കാൻ പറ്റുള്ളായിരുന്നു. അതുപോലെ എൻ്റെ കോലമൊക്കെ കംപ്ലീറ്റ് മാറി, എൻ്റെ മുഖമൊക്കെ ആകെ വികൃതമായിട്ട്, മൂക്കൊക്കെ വീർത്ത്, ചുണ്ടൊക്കെ വീർത്ത്, മുഖത്തൊക്കെ കുരുവൊക്കെ വന്ന് ആകെ അങ്ങോട്ട് കണ്ടാൽ കോലം മനസ്സിലാവില്ല, അതേപോലെ ആയിപ്പോയി. അപ്പൊ എനിക്ക് അതും ഭയങ്കര സങ്കടമാണ്. ഒരാളോടും മിണ്ടാൻ പോലും അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കോലം കാണുമ്പോൾ. ആർക്കും മനസ്സിലാവാൻ പോലും ഇല്ല, അതേപോലെ ആയിപ്പോയി എന്നെ കണ്ടാല്. പിന്നെ ഒരു പ്രഗ്നൻസിയിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകുന്നതാണ് കേട്ടോ. ചെക്കപ്പിന് പോകുന്ന വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് ഓരോ ചെക്കപ്പിന് പോകുമ്പോഴും കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതുപോലെ തന്നെ സ്കാനിങ് ഉള്ള ദിവസമൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നമുക്ക് കുഞ്ഞിൻ്റെ ആ ഒരു ഇമേജ് ഒക്കെ കിട്ടില്ലേ. അപ്പൊ അതൊക്കെ കാണുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷം. നമ്മൾ കുഞ്ഞിനെ കാണുന്ന പോലെ തന്നെ സന്തോഷമായിരുന്നു അതൊക്കെ. പക്ഷെ അതിനോടൊപ്പം തന്നെ എനിക്ക് കുറെ സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്താണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അഫി ദുബായിലായിരുന്നുകൊണ്ട് തന്നെ വീട്ടിൽ ഞാനും ഉമ്മച്ചീൻ്റെ പപ്പാടൊക്കെ കൂടെ എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും അവിടെ, ഹസ്ബൻഡ്സ് ആയിട്ട് വരുന്നവര്. അപ്പോൾ അവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കുശുമ്പ് തോന്നായിരുന്നു, ഭയങ്കര സങ്കടം തോന്നായിരുന്നു. കാരണം എനിക്കൊന്ന് എന്താ എല്ലാ വൈഫിനും ഉള്ളതായിരിക്കില്ല, ഹസ്ബൻഡ്സ് കൂടെ വരണം, ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ ഡോക്ടറിന്റെ റൂമിൽ വരണം, നമ്മുടെ കൂടെ നിൽക്കണം, അങ്ങനെയൊക്കെ കാണുമ്പോൾ അത് വേറെ ആൾക്കാർക്ക് അത് കിട്ടുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നായിരുന്നു. അതുപോലെ ഹസ്ബൻഡ്സ് ഇങ്ങനെ കൊണ്ട് നടക്കണു, കൈ പിടിച്ച് നടക്കണു, വെള്ളം വാങ്ങി കൊടുക്കണു, അങ്ങനെയൊക്കെ കാണുമ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കഴിയുമ്പോഴാണെങ്കിലും അഫി കൂടെ ഇല്ലാലോ. ഇപ്പൊ നമുക്കൊരു വിഷമം വന്നു, ഇപ്പൊ എപ്പോഴും ക്ഷീണങ്ങളും വിഷമങ്ങളും തന്നെ ആണല്ലോ. അപ്പൊ ആ ഒരു വൊമിറ്റൊക്കെ ചെയ്ത് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അഫിയെ വിളിക്കുമ്പോൾ ചിലപ്പോൾ അഫി തിരക്കായിരിക്കും, അഫി അവിടെ ഓഫീസിലായിരിക്കുന്ന സമയത്തായിരിക്കും ഞാൻ വിളിക്കണം. അപ്പോൾ പിന്നെ വിളിക്കാമെന്ന് വെച്ചിട്ട് പോകും, ചിലപ്പോൾ പിന്നെ വിളിക്കാൻ പറ്റിയെന്ന് വരില്ല, വേറെ തിരക്കായി പോകും. ചിലപ്പോൾ രാത്രി വന്നു കഴിയുമ്പോൾ എനിക്ക് എല്ലാ വിഷമങ്ങളും കൊണ്ട് ഞാൻ ചിലപ്പോൾ വഴക്കുണ്ടാക്കാൻ ചെല്ലും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ പ്രഗ്നൻസി ടൈമിൽ ഫുള്ള്.
അങ്ങനെ ഒരു സന്തോഷം കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ ഒരുപാട് ആ ഒരു സമയത്ത് ആഗ്രഹിക്കും ഹസ്ബൻഡ് കൂടെ ഉണ്ടാവണം, ആ ഒരു പ്രസൻസ് വേണം, നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ കൂടെ ഇല്ലാണ്ടാവുമ്പോൾ, അതുപോലെ എപ്പോഴും വിളിക്കാനും കൂടി പറ്റാണ്ടാവുമ്പോൾ അതാണ് ഏറ്റവും പ്രശ്നം. നമുക്ക് അടുത്ത് നിന്ന് സംസാരിക്കണ പോലെ അല്ല. ഞങ്ങളെ നാട്ടിൽ അഫി കൂടെ ഉള്ള ടൈമില് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ വഴക്കുണ്ടാക്കിയിട്ടില്ല. വല്ലപ്പോഴും എന്തെങ്കിലും വഴക്കുണ്ടാക്കി അപ്പൊ തന്നെ സോൾവ് ചെയ്യുന്നല്ലാണ്ട് അങ്ങനെ ഞങ്ങൾ വഴക്കുണ്ടാക്കി എൻ്റെ ഓർമ്മയിലില്ല. പക്ഷെ ദുബായിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മിക്കപ്പോഴും വഴക്കായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണെങ്കിലും എപ്പോഴും ഇങ്ങനെ എനിക്കിങ്ങനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണം അല്ല, അങ്ങനെ ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ തോന്നായിരുന്നു. അപ്പോഴൊന്നും അഫിക്ക് ചിലപ്പോൾ വിളിക്കാൻ പറ്റണില്ല, അഫി ചിലപ്പോൾ എവിടെ മീറ്റിങ്ങിലായിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പൊ ഞാൻ വഴക്കുണ്ടാക്കി വെച്ചിട്ട് പോകും. അപ്പൊ ഞാൻ ഇരുന്ന് തനിയെ ഇരുന്ന് കരയും. അങ്ങനെ ഭയങ്കര ഒരു ഓർക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറെ വിഷമമുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മെയിൻലി എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെയായിരുന്നു. ഞാനിങ്ങനെ കൂടുതലും അവിടെ എല്ലാവരും ഹസ്ബൻഡ്സ് ആയിട്ടായിരുന്നു. അപ്പൊ ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് ചെല്ലുമ്പം എനിക്ക് എപ്പോഴും അത് ഭയങ്കര ഒരു വിഷമമായിരുന്നു. എനിക്ക് ആരും ഇല്ല എന്നൊരു തോന്നലായിരുന്നു. എല്ലാവരും ഉണ്ട്, പക്ഷെ എന്നാലും ആരും ഇല്ല എന്നൊരു തോന്നലായിരുന്നു ആ സമയത്ത്. അങ്ങനെ പ്രഗ്നൻസി കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. ലാസ്റ്റ് വരെ എനിക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. വോമിറ്റിംഗ് എന്നല്ലാണ്ട് എനിക്ക് അങ്ങനെ ഷുഗറോ പ്രഷറോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ലാസ്റ്റ് അങ്ങ് എത്തിക്കാനപ്പോൾ ഒരു 8 month സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞ് ബ്രീച്ച് പൊസിഷനിലായിരുന്നു. അപ്പോൾ അതുവരെ ഒന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ലാസ്റ്റ് എത്തിക്കാനപ്പോൾ ബ്രീച്ച് പൊസിഷനിലായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമാണ്. എല്ലാവർക്കും വിഷമമാണ്. കാരണം അതുവരെ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ടിരുന്നിട്ട് ബ്രീച്ചിലയക്കാൻ നോർമൽ ഡെലിവറി നടക്കില്ലല്ലോ, സിസേറിയൻ അല്ലേ നടക്കുള്ളൂ. അപ്പോൾ അത് ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെന്താ, പിന്നെ അപ്പോൾ ഡോക്ടറിന് സാരമില്ല തിരിയും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊരുമാതിരി നമ്മളിങ്ങനെ സമാധാനിപ്പിക്കാൻ പറയണ പോലെ തോന്നിയത്. തിരിയുമെന്ന് ഒരു ഉറപ്പില്ലായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു ആ സമയത്ത്. ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് കുറച്ച് എക്സസൈസ് പോലെയൊക്കെ ഉണ്ടായിരുന്നേ. ഇങ്ങനെ കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് കിടക്കുക, തലേണ വെച്ചിട്ട്, അതുപോലെ തന്നെ വൈറ്റിൽ ഐസ് പാക്ക് വെക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ കുഞ്ഞ് തിരിഞ്ഞു വരും എന്നൊക്കെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യല്ല കേട്ടോ ആരും, ഞാൻ വെറുതെ പറയണതാണ്. അത് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ആയിട്ടൊന്നും എടുക്കല്ല കേട്ടോ. കാരണം അത് ചെയ്തിട്ട് ഞാൻ അപ്പിയൊക്കെ കുറേ വഴക്ക് പറഞ്ഞായിരുന്നു, അങ്ങനെ യൂട്യൂബ് നോക്കി അതും ഇതും ചെയ്യുന്നതൊക്കെ പറഞ്ഞു. പക്ഷെ അത് ചെയ്തിട്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഡോക്ടറിനോടൊന്നും ചോദിച്ചിട്ടില്ല. ഡോക്ടറിനോട് പറയാൻ പോലും എനിക്ക് പേടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ ഡോക്ടറിനൊന്നും ചോദിച്ചിട്ട് ചെയ്തതെന്നല്ല, അന്നത്തെ ഒരു മണ്ടത്തരത്തിന് ചെയ്തതായിരുന്നു. പക്ഷെ ലക്കിലി അത് കുഞ്ഞ് തിരിഞ്ഞു വന്നു. അതുകൊണ്ടാണോ അല്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ കുഞ്ഞ് തിരിഞ്ഞു വന്നു. അടുത്ത പ്രാവശ്യം ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ ആയിട്ടുണ്ട്, കുഞ്ഞ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ വന്നിട്ട് പിന്നെ ആ ഒരു പ്രഗ്നൻസിയുടെ എൻഡ് വരെ എനിക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പഠിച്ചോണ്ട് അനുഗ്രഹിച്ച് അങ്ങനെ വേറെ വേദനകളോ അങ്ങനത്തെ ഒന്നും എനിക്ക് ഉണ്ടായില്ല. എന്നീ വോമിറ്റിംഗ് എന്നുള്ള ഒരു പ്രശ്നം അത് മതിയല്ലോ സത്യം പറഞ്ഞാൽ. കാരണം ഒരു ഭക്ഷണം ഇഷ്ടത്തോടെ ഞാൻ ആ സമയത്ത് കഴിച്ചിട്ടില്ല. ഒന്നും ഇഷ്ടമല്ല എന്ന് വെച്ചാല് ഒരു വെള്ളം പോലെ ഇഷ്ടത്തിൽ കുടിച്ചിട്ടില്ല. എല്ലാം വൊമിറ്റ് ചെയ്യും എന്നും പറഞ്ഞാൽ കുടിക്കണത്. അതാ അവസാനം എത്തിയിട്ട് പോലും അത് മാറിയില്ല എന്നുള്ളതാ. എന്നിട്ട് ലാസ്റ്റ് ആ ഒരു എൻഡിലൊക്കെ എത്തിക്കാനപ്പം എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എപ്പോഴാ കുറച്ച് വെയിലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ സൺസെറ്റിന്റെ ടൈമായി, അതുകൊണ്ട് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ താഴ്ന്നു വന്നുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് വെയിൽ ഇങ്ങനെ മുഖത്തോട്ട് അടിക്കായിരുന്നു. ഇപ്പൊ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എവിടം വരെ പറഞ്ഞേ, ലാസ്റ്റ് ആ ഒരു പ്രഗ്നൻസിയുടെ ഒരു എൻഡിലോട്ട് എത്തി. അപ്പോൾ ആ ഒരു സമയമായപ്പോൾ അഫിക്ക് ഞാൻ എപ്പോഴും പറയായിരുന്നു, എനിക്ക് ജൂലൈ 18 ആയിരുന്നു കേട്ടോ എൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അഫിക്ക് എപ്പോഴും ഇങ്ങനെ ഞാൻ പറഞ്ഞോണ്ടിരിക്കും, അയ്യോ ഞാൻ മുന്നേ പ്രസവിച്ചു പോകും, എനിക്ക് അഫി ഒരു ദിവസമെങ്കിലും അഫി എന്നോട് ആ ഒരു സമയത്ത് ഉണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ് അവസാനം ജൂലൈ 2 ആയപ്പോൾ അഫി എത്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അഫി ഉള്ള സമയത്ത് ആ ഒരു 2 ആഴ്ച എന്ന് പറയുന്നത് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ പോലും ആകെ 2 ദിവസം എങ്ങാണ്ട് വീട്ടിൽ പോയി എന്നല്ലാണ്ട് ബാക്കി എല്ലാ ദിവസവും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയും നാളും കിട്ടാത്ത ആ ഒരു വിഷമം ഉണ്ടല്ലോ, ഞാൻ അത്രയും നാൾ അനുഭവിച്ച ആ ഒരു വിഷമം, അതൊക്കെ എനിക്ക് ആ ഒരു 2 ആഴ്ച കൊണ്ട് തീർത്ത് തന്നു വേണം പറയാനായിട്ട്. കാരണം എന്നോട് ഹോസ്പിറ്റലിൽ പോകാനായിട്ടുണ്ടായിരുന്നു. ഡോക്ടറുടെ റൂമിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഡോക്ടറുടെ റൂമിൽ വരണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് സാധിച്ചു തന്നു. പിന്നെന്താ, പിന്നെ എല്ലാത്തിനും ഉണ്ടായിരുന്നു. ആള് കൂടെ ഉള്ളപ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര കെയറിങ് ആണ്. അപ്പോൾ എനിക്ക് അതും കൂടെ കൊണ്ടാണ് എനിക്ക് ഇല്ലാണ്ടാകുമ്പോൾ അത്രയും അങ്ങോട്ട് വിഷമമാണ്. നമ്മൾ കൂടെ ഉള്ള സമയത്ത് അതേപോലെ എന്നെ കൊണ്ടുനടന്നിട്ട് ഇല്ലാണ്ടായി കഴിയുമ്പോൾ എനിക്ക് ഒന്നും ഇല്ലാത്ത പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അപ്പ ഉണ്ടായിരുന്നു, എല്ലാത്തിനും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക്
കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ബീച്ചിൽ പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, ഐസ്ക്രീം കഴിക്കാൻ പോകണം, കേക്ക് കഴിക്കാൻ പോകണം, ഇങ്ങനത്തെ കുറേ ആഗ്രഹങ്ങളൊക്കെ അതൊക്കെ ആ ഒരു സമയം കൊണ്ട് സാധിപ്പിച്ചു തന്നു. അപ്പോൾ ഈ കേക്ക് കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ ആഗ്രഹം മാത്രമല്ല കേട്ടോ, ഒന്നും കഴിക്കാറൊന്നുമില്ല. എനിക്ക് ആ പോകണം എന്നുള്ളൊരു ആഗ്രഹമല്ല, എനിക്ക് ഒരു ഭക്ഷണത്തിനോട് എനിക്ക് അവസാനം എത്തിയിട്ട് ആഗ്രഹം ഉണ്ടായിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് ചെക്കപ്പിന് എത്തിയപ്പോൾ ഡോക്ടർ ഇങ്ങനെ, എനിക്ക് ആ ഒരു സമയത്ത് എൻ്റെ ഫേസിൽ ഫുള്ളിങ്ങനെ ചൊറിഞ്ഞ് തടിച്ചു. എന്താണെന്നറിയില്ല, ഫേസ് ആകെ ചൊറിച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ നമുക്ക് ടെസ്റ്റ് ചെയ്യണം, ഒരുപാട് ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് വേഗം തന്നെ 18-ാം തീയതി വരെ നോക്കണ്ട, അതിന് മുന്നേ തന്നെ നമുക്ക് ഡെലിവറി നടക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഭയങ്കര പിന്നെ വിഷമമായി. അങ്ങനെ ലാസ്റ്റ് എന്തോ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അങ്ങനത്തെയൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ ഭാഗ്യത്തിന് അതും കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സാരമില്ല പൊക്കോ, ഇനി വേദന എങ്ങാനും വരികയാണെന്നുണ്ടെങ്കിൽ വന്നാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ 17-ാം തീയതി ഒന്ന് അഡ്മിറ്റ് ആയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ എല്ലാ ദിവസവും എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കെ എനിക്ക് വേദന വരുന്നുണ്ടോ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊന്നും വന്നില്ല, എനിക്കൊരു കുന്തവും വന്നിട്ടില്ല. എനിക്ക് അവസാനം പപ്പ ആണെങ്കിൽ ഇവിടെ ജോലിക്ക് പോലും പാടെ, പപ്പാക്ക് ഇവിടെ നോക്കിയിരിക്കുക, വണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട്. രാത്രിയൊക്കെ എപ്പോഴാ വേദന വരുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 1/2 മണിക്കൂർ പോകാനുള്ള ദൂരമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇപ്പൊ ഓടാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് തന്നെ പപ്പ വന്ന് എവിടെയും പോകാണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് നോക്കിയിരിക്കാൻ. അപ്പോൾ രാത്രിയൊക്കെയാണല്ലോ അഫിക്കൊന്നും ഉറക്കം പോലും ഇല്ലായിരുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മൂത്രമൊഴിക്കാൻ എണീറ്റാൽ പോലും അഫി ചാടി എണീറ്റിട്ട് എന്ന് പറ്റിയെന്ന് പോലിരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുപോലെ എനിക്ക് വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ, ശരിക്കുള്ള പ്രസവ വേദന വന്നപ്പോഴാണ് എന്താണ് വേദന എന്ന് മനസ്സിലായത്. അതുവരെ ചെറിയ വേദന വന്നപ്പോൾ അയ്യോ വേദന വന്നേന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഭയങ്കര എല്ലാവരും പേടിപ്പിക്കും. അങ്ങനെ ലാസ്റ്റ് ഒരു എൻഡ് വരെ ഒന്നും വന്നില്ല, എല്ലാവരും നോക്കിയിരുന്ന് മടുത്തത് വെറുതെയായി. അങ്ങനെ 17-ാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ 17-ാം തീയതി അഡ്മിറ്റ് ചെയ്തു. 18-ാം തീയതിയാണ് എൻ്റെ ഡെലിവറി. അപ്പോൾ ഞാൻ ഡെലിവറിയുടെ കാര്യങ്ങളും അതിനെ പറ്റിയിട്ടൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ. അതൊക്കെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ ഉണ്ട്, കാരണം കുറേ സ്റ്റോറീസ് ഉണ്ട് അതൊക്കെ പറയാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാവേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ, ഇങ്ങനെ ഇങ്ങനത്തെ കുറേ കൂറ സ്റ്റോറീസ് ഒക്കെ ഉള്ളു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലും ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.